ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 107. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. മെയ് 13, 1988. മരിയൻ ഫ്രണ്ട് 382. ഇതാണ് കാലഘട്ടം. പ്രിയ മക്കളെ, സമാധാനത്തിൽ ജീവിക്കുക. ഫാത്തിമയിലെ കോവാദ ഏറിയയിലെ എൻ്റെ പ്രഥമ ദർശനത്തിൻ്റെ സ്മരണ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ദിവസമാണിന്ന്. നിങ്ങളുടെ അമ്മയും രാജ്ഞിയുമായിട്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നത്. എൻ്റെ കളങ്കരഹിത ദീപത്തിൻ്റെ തേജസ് ഞാൻ നിങ്ങൾക്കായി വെളിപ്പെടുത്തി. സൂര്യനെ ഉടയാടയാക്കി ധരിച്ച എനിക്ക് എൻ്റെ സൈന്യവ്യൂഹത്തെ യുദ്ധത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലേക്ക് രൂപീകരിക്കേണ്ട ചുമതലയുണ്ട്. ഇതാണ് എൻ്റെ മഹാവെളിച്ചത്തിൻ്റെ സമയങ്ങൾ. ഇത് പ്രാർത്ഥനയുടെയും പരിഹാര പ്രവൃത്തികളുടെയും കാലഘട്ടമാണ്. പ്രാർത്ഥനയിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് നിർഭാഗ്യ പാപികളുടെയും നിരീശ്വരന്മാരുടെയും ദൈവത്തിൽ നിന്ന് വിദൂരത്തിൽ കഴിയുന്നവരുടെയും മനസ്സു തിരിയുന്നതിനായി പ്രാർത്ഥിക്കുക. എപ്പോഴും പരിശുദ്ധ ജപമാല ചൊല്ലുക. നിങ്ങളുടെ പ്രാർത്ഥനയും ത്യാഗപ്രവൃത്തികളും ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെക്കുക. എന്തുകൊണ്ടെന്നാൽ ഞാൻ വീണ്ടും പറയുകയാണ്, അനേകം ആത്മാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ത്യാഗങ്ങൾ സഹിക്കാനും ആരും ഇല്ലാത്തത് കാരണം നരകത്തിൽ നിബദിക്കുകയാണ്. മാനസാന്തരത്തിനും കർത്താവിനോടുള്ള തിരിച്ചുവരവിനുള്ള കാലഘട്ടമാണിത്. ഒരമ്മ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ നന്മയ്ക്കും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പന്താവിലൂടെ കൈപിടിച്ചു നടത്തുകയാണ്. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും വിദൂരത്തിലായിരിക്കേണ്ടതിന് നിങ്ങൾക്കായി ഞാൻ അനുതാപത്തിൻ്റെ വരപ്രസാദം വാങ്ങിത്തരുകയാണ്. ഓരോ ദിവസവും പാപങ്ങൾ ഉപേക്ഷിച്ച് വരപ്രസാദത്തിൽ കഴിയുന്ന എൻ്റെ മക്കളുടെ എണ്ണം ഉത്തരോത്തരം വർദ്ധിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നിയമം കൂടുതലായി പാലിക്കപ്പെടുകയും പരിശീലിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങനെ ഇത് മുഖാന്തിരം നിങ്ങളുടെ പല സഹോദരന്മാരും കർത്താവിൻ്റെയും രക്ഷയുടെയും പാതയിലേക്ക് തിരിച്ചു വരാനിടയാകട്ടെ. ഇതെൻ്റെ സമാധാനത്തിൻ്റെ കാലമാണ്. എന്നെ ശ്രവിക്കുന്നവരും എൻ്റെ അമല ഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിതരുമായ മക്കൾക്ക് ഞാൻ എൻ്റെ സമാധാനത്തിൻ്റെ ഉപഹാരം നൽകുന്നു. നിങ്ങളെ ഞാൻ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ശാന്തതയിലേക്ക് ആനയിക്കുന്നു. എത്ര വലിയ പ്രക്ഷുബ്ധാവസ്ഥയുടെ മധ്യത്തിലും നിങ്ങൾ ശാന്തരായി ജീവിക്കുവാൻ ഞാൻ ഇടയാക്കും. എൻ്റെ മാതൃസാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് നിങ്ങളുടെ അപകടങ്ങളിലും പരീക്ഷണ സമയത്തും അന്ധകാരത്തിൻ്റെ ഈ നാളുകളിൽ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം എല്ലായിടത്തും പകരുന്നതിലേക്ക് ഞാൻ നിങ്ങളെ മുദ്ര കൊണ്ട് അടയാളപ്പെടുത്തുന്നു. ഇത് വലിയ കാരുണ്യത്തിൻ്റെ കാലമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും സ്വർഗീയവും കരുണാർദ്രവുമായ തൻ്റെ സ്നേഹപ്രവാഹത്തിൻ്റെ സമയമായിരിക്കുന്നു. ലോകത്തിന് മഹാകരുണയുടെ സമയം വന്നണഞ്ഞിരിക്കുന്നു. എല്ലാ ക്ഷതങ്ങളിലും അത് മഞ്ഞുതുള്ളിയായി പതിക്കും. അത് ഏറ്റവും കഠിന ഹൃദയങ്ങളെയും തുറക്കും. പാപനിമഗ്നരായിരിക്കുന്ന ആത്മാക്കളെ അത് ശുദ്ധീകരിക്കും. അത് പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ഓരോരുത്തർക്കും പൂർണ്ണമായ നവീകരണത്തിനുള്ള വരപ്രസാദം നൽകുന്നതുമായിരിക്കും. എനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മരിയൻ വർഷത്തിലെ ഈ ദിവസം എൻ്റെ നിഷ്കളങ്ക പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ വ്യാപിപ്പിക്കുന്നതിന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ക്ഷണിക്കുകയും അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പ്രകാശരശ്മിയായി തീർന്ന് ഏറ്റവും കഠിനമേറിയ അന്ധകാരത്തിൽ നിമഗ്നമായിരിക്കുന്ന ഭൂമിയെ വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സൂര്യനാൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുക. ഹീഡ്, ജർമ്മനി, മെയ് 22, 1988. ഫീസ്റ്റ് ഓഫ് പെൻഡക്കോസ്റ്റ് 383. പരിശുദ്ധാത്മാവ് വരും. സ്നേഹമുള്ള പുത്രന്മാരെ, ഇന്ന് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രാർത്ഥനാലയത്തിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നുകൂടുന്ന ജെറുസലേമിലെ ഊട്ടുശാലയിൽ വെച്ച് എന്നോടൊപ്പം പ്രാർത്ഥനാനിരതരായി ഒന്നിച്ചുകൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നിറങ്ങിയ പെന്തക്കുസ്താ ദിനത്തിലാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മരിയൻ വർഷത്തിലെ പെന്തക്കുസ്താ ദിനമായ ഇന്ന് രണ്ടാം പെന്തക്കുസ്തായുടെ മഹാദിവ്യദാനങ്ങൾ ലഭ്യമാക്കുന്നതിലേക്ക് നിങ്ങളുടെ സ്വർഗീയ മാതാവിനോടൊത്ത് പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു.
രണ്ടാം പെന്തക്കോസ്തായുടെ സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആഗതനാകും. പരിശുദ്ധാത്മാവ് സ്വർഗീയ പ്രസാദപര മഞ്ഞുതുള്ളിയായും അഗ്നിയായും വന്ന് ഭൂമിയുടെ മുഖത്തെ പുതുതാക്കുന്നതാണ്. അപ്രതിരോധ്യമായ തൻ്റെ സ്നേഹാതിരേകത്താൽ തിരുസഭ പരിശുദ്ധിയുടെ നിറവിൽ പുതിയ യുഗജീവിത സരണിയിലേക്ക് സ്വയം തുറക്കപ്പെടുകയും അതിൻ്റെ ജാജ്വല പ്രഭാപൂരത്താൽ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും സമാകർഷിക്കപ്പെടുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് സമാഗതനായി സ്വർഗീയ പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്നതിനും സൃഷ്ടപ്രപഞ്ചം ഒരിക്കൽ കൂടി അവിടുത്തെ മഹത്വം പ്രതിബിംബിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് സമാഗതനായി യേശുവിൻ്റെ പ്രഭാപൂരമായ വാഴ്ച പുനഃസ്ഥാപിക്കുന്നതും ആയത് അനുഗ്രഹത്തിൻ്റെയും പരിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും ശാന്തിയുടെയും വാഴ്ചയായിരിക്കുന്നതുമാണ്. തൻ്റെ സ്വർഗീയ സ്നേഹത്താൽ ഹൃദയവാതിലുകൾ തുറക്കുന്നതിനും മനസാക്ഷികളെ അഗ്നിയാൽ സ്വയം കാണിക്കുന്നതിനും ചെയ്യുന്നത് പോലെയാണ് അത് ഒരു ചെറിയ അന്ത്യവിധി പോലെയായിരിക്കും. അങ്ങനെ യേശു തൻ്റെ മഹിമയേറിയ വാഴ്ച ഈ ലോകത്തിൽ കൊണ്ടുവരുന്നതാണ്. പരിശുദ്ധാത്മാവ് സമാഗതമാകുന്നത് എൻ്റെ വിമലഹൃദയത്തിൻ്റെ വിജയം വഴിയായിട്ടാണ്. അതിനായി എൻ്റെ ഹൃദയ സെനക്കളിലേക്ക് പ്രാർത്ഥനായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ നിങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ദാനസ്വീകരണത്തിന് തയ്യാറാക്കുന്നതും ഈശോയ്ക്ക് രാജവാഴ്ച നടത്തുന്നതിന് തന്മൂലം നിങ്ങളെ ഉപകരണങ്ങളാക്കി മാറ്റുന്നതിനുമാണ്. മൊണാസ്ട്രി ലെ ബ്യുവെർട്ട്, വാല്ലേസ്, സ്വിറ്റ്സർലാൻഡ്, ജൂൺ 1, 1988. ഫീസ്റ്റ് ഓഫ് ദ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി. 384. വലിയ മതത്യാഗം. എനിക്കായി പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ മരിയൻ വർഷത്തിലെ എൻ്റെ അമലോത്ഭവ തിരുനാളാണ് ഇന്ന്. പ്രിയപുത്രന്മാരെ, വേദനാജനകവും രക്തരൂക്ഷിതവുമായ ശുദ്ധീകരണ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വലിയ മതത്യാഗത്തിൻ്റെ മണിക്കൂർ ആഗതമായിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പൗലോസ്ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നവ ഇതാ അന്വർത്ഥമാകാൻ പോകുന്നു. സത്യത്തെ പുതിയ രീതിയിലും ആധുനികമായി വ്യാഖ്യാനിച്ചും വളച്ചൊടിച്ചുകൊണ്ടും പാപത്തെപ്പറ്റി പൂർണ്ണ അവബോധത്തോടുകൂടി അനേകം പേരെ പാപത്തിൽ ജീവിക്കുന്നതിന് തിരഞ്ഞെടുത്തുകൊണ്ടും പാപം പാപമേ അല്ലെന്നും പ്രത്യുത അത് വിലയുള്ളതും നല്ലതുമാണെന്നുള്ള വഞ്ചനാപരമായ ബോധ്യം നൽകിക്കൊണ്ട് എൻ്റെ ശത്രുവായ സാത്താൻ അവൻ്റെ കെണികളാലും കൗശലപൂർണമായ പ്രലോഭനത്തിൻ്റെ വഴിയാലും തെറ്റായ പഠനങ്ങൾ എല്ലാവരിടത്തും പ്രചരിപ്പിക്കുന്നതിൽ വിജയം വരിച്ചിരിക്കുന്നു. പൊതുവെയുള്ള അമ്പരപ്പും ആത്മാക്കളുടെ വലിയ കലക്കവും വന്നു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അനേക മക്കളുടെ ആത്മാവിലും ജീവിതത്തിലും പരിഭ്രാന്തി കടന്നുകൂടിയിരിക്കുകയാണ്. ഈ മതവിരുദ്ധാത്മക മനസ്ഥിതി പൊതുവിലും കത്തോലിക്ക സഭയ്ക്കുള്ളിലും ഉത്തരോത്തരം വ്യാപകമായി പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയും ഫലപ്രദമായി അത്തരം മാർഗഭ്രംശങ്ങളെ അപലപിക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും അവയെല്ലാം ഇന്നും വളരെയധികം ലാഘവബുദ്ധിയോടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മെത്രാസനങ്ങൾ ഇക്കാര്യത്തിൽ വിചിത്രമായ ഒരു മൗനം പാലിക്കുകയും പ്രതികരിക്കാതെ പോലും ഇരിക്കുകയും ചെയ്യുന്നു. എൻ്റെ പാപ്പ കത്തോലിക്ക സഭയുടെ സത്യത്തെ ധൈര്യസമേതം ആവർത്തിച്ച് സ്ഥിരീകരിക്കുമ്പോൾ അദ്ദേഹത്തെ ശ്രവിക്കുന്നില്ല എന്ന് തന്നെയല്ല, പരസ്യമായി വിമർശിക്കുകയും നിന്ദിക്കുകയും കൂടി ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ഫ്രീ മേസണറി കൗശലപൂർവവും പൗശാചികവുമായ അവയുടെ തന്ത്രം രഹസ്യത്തിൽ മെനഞ്ഞെടുത്ത് പരിശുദ്ധ പിതാവിനെ പരാമർശിക്കുന്നിടത്തെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വ്യക്തിപരമായി പോലും അധിക്ഷേപിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രബോധനാധികാരത്തെ ഒന്നുമില്ലാതാക്കി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും സ്വയം അറിവോടുകൂടിയല്ലാത്ത ഈ തെറ്റിൻ്റെയും തിന്മയുടെയും ഒഴുക്കിൽപ്പെടാൻ ഇടയാകുന്ന എൻ്റെ മക്കൾ ഈ വലിയ മതത്യാഗത്തിൻ്റെ ബലിവസ്തുക്കളായി തീരുകയാണ്. ഈ വലിയ മതത്യാഗത്തിൽ ബലിവസ്തുക്കളായി തീരുന്നത് മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ എന്നിവരാണ്. ഇക്കാല സന്ധിയിൽ കത്തോലിക്ക സഭയിൽ ഒരു ചെറിയ വിഭാഗം മാത്രമേ ക്രിസ്തുവിനോടും സുവിശേഷത്തോടും സമഗ്രസ്ത്യത്തോടും വിശ്വസ്തരായിരിക്കുന്നുള്ളൂ. അപ്രകാരം അവശേഷിക്കുന്നവർ എൻ്റെ അമല ഹൃദയത്തിൻ്റെ അഗാധതയിൽ ഒരു ചെറിയ പറ്റമായി അജഗണമായി രൂപാന്തരപ്പെടുകയാണ്.
തൻ്റെ തിരുക്കുമാരൻ്റെ പുനരാഗമനത്തിനും പ്രതാപപൂർണമായ വരവിനും തയ്യാറെടുക്കുന്നതിനുമായി എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രാർത്ഥനാ പ്രതികരണത്തോടും തുടർച്ചയായി സ്വയം ബലിയർപ്പിക്കപ്പെട്ടുകൊണ്ടും യാതനാനിർഭരമായ വഴിയൊരുക്കുന്നതിനും മെത്രാന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾക്കൊള്ളുന്ന ആ ചെറിയ പറ്റം ലിറ്റിൽ ഫ്ലോക്ക് മാർപ്പാപ്പയുമായി ഗാഢമായി ഐക്യപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെറിയ അജഗണത്തിൻ്റെ ഭാഗഭാഗിത്വം ആഗ്രഹിക്കുന്ന എല്ലാവരോടും മരിയൻ വർഷത്തിൻ്റെ ഈ തിരുനാൾ ദിനം ഞാൻ ആഹ്വാനം ചെയ്യുന്നതെന്തെന്നാൽ, എൻ്റെ മാതൃനിർവിശേഷമായ ക്ഷണാനുസരണം നിങ്ങൾ എൻ്റെ ഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് എൻ്റെ ആത്മാർത്ഥ സ്നേഹത്തിൽ ജീവിക്കുകയും അന്ത്യകാലഘട്ടത്തിൽ എൻ്റെ ധൈര്യമുള്ള പ്രേക്ഷിതരായി തീരുകയും വേണം. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വിമല ഹൃദയം അഖില സഭയുടെയും അഖില മനുഷ്യരാശിയുടെയും മുൻപിൽ മഹത്വീകരിക്കപ്പെടാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. ഷ്രൈൻ ഓഫ് നോക്ക്, അയർലൻഡ്, ജൂൺ 29, 1988. ഫീസ്റ്റ് ഓഫ് SS പീറ്റർ ആൻഡ് പോൾ. 385. പത്രോസിൻ്റെ വിശ്വസ്തയോടുകൂടി. വത്സലപുത്രന്മാരെ, ക്രിസ്തുവിൻ്റെ വെളിച്ചത്താൽ നിങ്ങൾ ലോകത്തെ പ്രകാശമാനമാക്കുക. വത്സല മക്കളെ, എല്ലാ മനുഷ്യരെയും പത്രോസിൻ്റെ വിശ്വാസദാർഢ്യത്തിലേക്ക് കൊണ്ടുവരിക. പത്രോസിന്മേൽ മാത്രമാണ് ക്രിസ്തു തൻ്റെ സഭയെ സ്ഥാപിച്ചത്. വിശ്വാസ വെളിച്ചം നിലനിർത്തുന്നതിലേക്ക് പത്രോസിന് വേണ്ടി മാത്രമാണ് ഈശോ പ്രാർത്ഥിച്ചത്. പത്രോസിനെ മാത്രമാണ് തൻ്റെ സഹോദരങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുവാനുള്ള ചുമതല കർത്താവ് ഭരമേൽപ്പിച്ചത്. എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ മരിയൻ വർഷത്തിൽ ഇന്ന് നിങ്ങൾ വിശുദ്ധ അപ്പസ്തോലന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഭക്തിസ്മരണ കൊണ്ടാടുന്ന ദിനമാണ്. ദുഃഖിതയും കടമയുള്ള ഒരമ്മ എന്ന നിലയ്ക്ക് പത്രോസിൻ്റെ പിൻഗാമിയായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയിലേക്ക് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ നിങ്ങളെ അടിയന്തരമായി ആഹ്വാനം ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ പാപ്പയാണ്. എൻ്റെ വിമല ഹൃദയാന്തർഭാഗത്ത് രൂപീകരിക്കപ്പെട്ട പാപ്പയാണ് അദ്ദേഹം. മഖാന്തകാര സമയങ്ങളിൽ അദ്ദേഹം എൻ്റെ പ്രകാശത്തിൻ്റെ പാപ്പയാണ്. പത്രോസിൻ്റെ വിശ്വാസത്തോടെ അദ്ദേഹം ഭൂമിയെ പ്രകാശിപ്പിക്കുകയും സഭ മുഴുവനെയും സത്യത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. പുതിയ പത്രോസ് എന്ന നിലയ്ക്ക് ഇന്ന് മാർപ്പാപ്പ ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള മുഴുവൻ വിശ്വാസവും പുനർദൃഢീകരിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പൗലോസ് എന്ന നിലയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് രക്ഷയുടെ സുവിശേഷം സധൈര്യം പ്രഖ്യാപിക്കുന്നു. പുത്രതുല്യമായ ഐക്യത്തോടെ മാർപ്പാപ്പയെ നിങ്ങൾ പിന്താങ്ങുക. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തോടൊപ്പം സഹിക്കുക. അദ്ദേഹത്തെ സ്നേഹിക്കുക. എളിമയോടും സധൈര്യത്തോടുമുള്ള അനുസരണത്തോടും കൂടെ അദ്ദേഹത്തെ വലയം ചെയ്യുക. ദൈവത്തിൻ്റെ വിശുദ്ധ സഭയിലെ ഒരു മെത്രാൻ സ്വേച്ഛാപരമായി ഏതാനും മെത്രാന്മാരെ തൻ്റെ മാർപ്പാപ്പയുടെ ഇംഗിതത്തിന് വിരുദ്ധമായി വാഴിച്ച് പാഷണ്ഡതയ്ക്ക് വഴി തുറന്നു കൊടുക്കുന്നതിൻ്റെ പേരിൽ മാർപ്പാപ്പയുടെ ഹൃദയം ഇന്നും രക്തം ചിന്തുന്നു. പക്ഷേ ഇത് തുടക്കം മാത്രമാണ്. യഥാർത്ഥത്തിൽ അനേകം മെത്രാന്മാർ ഇന്ന് മാർപ്പാപ്പയുമായി ഐക്യപ്പെടാതെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതിന് വിരുദ്ധമായി അവരുടെ മാർഗത്തിൽ ചരിക്കുന്നു. അത്ര തന്നെ ദൃശ്യമല്ലെങ്കിലും ഇത് കൂടുതൽ അപകടകരമായ വ്യതിചലനമാണ്. ഇത് എൻ്റെ മാതൃഹൃദയത്തെ വേദനിപ്പിക്കുകയും രക്തം ചിന്തുവാൻ കാരണമാകുകയും ചെയ്യുന്നതോടൊപ്പം എൻ്റെ പാപ്പായ്ക്ക് അപാരമായ കുരിശായി തീർന്നിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മുഴുവനും സമഗ്രമായ എൻ്റെ വിമല ഹൃദയ സംരക്ഷണയിൽ ക്രിസ്തുവിനോടും തൻ്റെ സഭയോടും വിശ്വസ്തരായി നിൽക്കുന്ന ചെറുപറ്റത്തെ സംബന്ധിക്കുന്ന പദ്ധതി വ്യക്തമായി വരച്ചു കാട്ടുന്നതിലേക്കുള്ള തുടക്കം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സഭയോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധ അമ്മയുടെ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുക. മാർപ്പാപ്പയാണ് സഭയെ നയിക്കുന്നതിന് വേണ്ടി ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മളെ ഉറപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്നത്. ഒരിക്കലും പരിശുദ്ധ അമ്മ തന്നിലേക്ക് ആരെയും ആകർഷിക്കുന്നില്ല. ഈശോയിലേക്കാണ് എല്ലാവരെയും ആകർഷിക്കുന്നത്. ഈശോ സ്ഥാപിച്ചിരിക്കുന്ന സഭ നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭയെ വിശ്വസിക്കുവാനും അതിനെ പിൻചൊല്ലാനും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പമാർക്കെതിരെ കാലാകാലങ്ങളിലായി ഉണ്ടായിരിക്കുന്ന അപവാദങ്ങൾ ഫ്രീ മേസണറിയുടെ പ്രചാരണം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മാർപ്പാപ്പയോടും സഭയോടും ചേർന്ന് നിൽക്കാം. കർത്താവായ ഈശോ നമ്മളെ അതിന് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി.
പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ ആരാധന, പരിശുദ്ധാത്മാവെ നന്ദി. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ.